എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിമിഷ, കുട്ടികളുടെ ഡോക്ടറാണ്. ജനുവരി 12-ന് ശേഷം ഒട്ടുമിക്ക എല്ലാ പാരന്റ്സിനും ഉണ്ടായിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കും ജാപ്പാനീസ് എൻകഫലൈറ്റിസ് എന്ന വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. അതുപോലെ തന്നെ പല ആളുകൾക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ജാപ്പാനീസ് എൻകഫലൈറ്റിസ് വാക്സിൻ എടുത്തതുകൊണ്ട് അമീബിക് എൻകഫലൈറ്റിസ് ഒരിക്കലും വരില്ല, ഇത് അതിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാപ്പാനീസ് എൻകഫലൈറ്റിസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ ജാപ്പാനീസ് എൻകഫലൈറ്റിസ്? തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇതിന് കാരണമായിട്ടുള്ളത് ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ 1 to 15 ഇയേഴ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്? വൺസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പല രീതിയിലുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്, അതായത് അവർക്ക് പല രീതിയിലുള്ള വൈകല്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകതരം ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്തുതന്നെയായാലും വാക്സിനേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കട്ട് ഓഫ് 1 to 15 ഇയേഴ്സ് ആണ്. അപ്പൊ 15 ഇയേഴ്സും 2 മന്തുള്ള കുട്ടി എടുക്കണോ, അല്ലെങ്കിൽ 15 ഇയേഴ്സ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുള്ള ആ കുട്ടി എടുക്കണോ എന്നുള്ള കുറെ ഡൗട്ടുകൾ കയറുന്നുണ്ട്. അപ്പൊ ഇത് റെക്കമെൻഡേഷൻ പറയുന്നത് 1 വയസ്സിന് ശേഷവും 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ 15 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും എടുക്കേണ്ട ആവശ്യം ഇല്ല. എവിടെയാണ് ഈ വാക്സിനേഷൻ എടുക്കുന്നത്? എത്ര ഡോസ് ആയിട്ട് എടുക്കണം? ഇത് ഒരു സിംഗിൾ ഡോസ് വാക്സിനേഷൻ ആണ്. ലെസ് ദാൻ 5 ഇയേഴ്സ്, 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ഇടത് ഭാഗത്തെ ആൻഡ്രോലാറ്ററൽ ആസ്പെക്ട് ഓഫ് തൈ എന്ന് പറയും, അതായത് തുടയിലാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ഇത് IM അഥവാ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണ്. എന്നാൽ 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലെഫ്റ്റ് ഡെൽറ്റോയിഡ് അല്ലെങ്കിൽ ഹാൻഡിൽ തന്നെ എടുക്കാവുന്നതായി. ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? അതായത് പ്രീവിയസ്ലി ഈ വാക്സിനേഷൻ എടുത്തിട്ട് എന്തെങ്കിലും അലർജി ഉള്ള കുട്ടികൾ ഒരിക്കലും നെക്സ്റ്റ് ഡോസ് എടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ വാക്സിനേഷന്റെ കണ്ടന്റിൽ എന്തെങ്കിലും അലർജി കുട്ടികൾക്ക് കാണുകയാണെങ്കിൽ അവരും ഈ വാക്സിനേഷൻ ദയവേത് എടുക്കാതിരിക്കാം. ഇനി ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് നമുക്കറിയാം. ഏത് മരുന്നിനാണെങ്കിലും അല്ലെങ്കിൽ ഏത് വാക്സിനേഷൻ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവും. ഇതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് അവർ പറയുന്നത് പെയിൻ അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ, അതായത് ഇഞ്ചക്ഷൻ വെച്ച സൈറ്റിൽ ചെറിയൊരു പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവാം, ചില കുഞ്ഞുങ്ങൾക്ക് വോമിറ്റിംഗ് ഉണ്ടാവാം, മലൈസ് ഉണ്ടാവാം, ജോയിന്റ് പെയിൻ, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്. ചില റെയർ സൈഡ് എഫക്റ്റ് ആയിട്ട് അനാഫൈലാക്റ്റിക് റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. ട്രിവാൻഡ്രത്തും ആലപ്പുഴയിൽ 2006 മുതൽക്ക് സ്ഥിരമായിട്ട് റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനാണ്. അപ്പം എന്തുകൊണ്ടാണ് മലപ്പുറത്തും കോഴിക്കോട് ഇത് കൊടുക്കണം എന്ന് പറയുന്നത്? അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ പ്രീവിയസ് ഇൻസിഡൻസ് ഓഫ് ജാപ്പാനീസ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടി വരികയാണ്. അതുപോലെ തന്നെ കൊതുക് കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഏരിയയിൽ കൂടുതലായതുകൊണ്ടും ഇതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടുമാണ് ഗവൺമെന്റ് ഇത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.